സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ചരിത്രത്തിലാദ്യമായി പവന് 60,000 രൂപ കടന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ശരണ്യ ചേരുകയാണ്. ശരണ്യ, പുതിയ വില വിവരം ഏതൊക്കെ തരത്തിലാണ്? ഇങ്ങനെ ഒരു സർവകാല റെക്കോർഡിലേക്ക് സ്വർണത്തിൻ്റെ വില കുതിക്കാൻ ഇടയായ കാരണങ്ങൾ എന്താണ്? ശരത്ത്, ആദ്യമായാണ് സ്വർണ്ണവില 60,000-ലേക്ക് കടക്കുന്നത്. അതായത് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 60,200 രൂപയാണ് സ്വർണത്തിന് വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 600 രൂപയാണ് ഇന്നത്തെ മാത്രം വർധനവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചെറിയൊരു രീതിയിൽ സ്വർണം വർദ്ധിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 720 രൂപയുടെ വർധനവാണ് സ്വർണത്തിന് ഉണ്ടായിട്ടുള്ളത് തന്നെ. അതായത് ഇന്നത്തെ 22 ക്യാരറ്റ് സ്വർണത്തിന്, അതായത് 1 ഗ്രാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 7,525 രൂപയും 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ 1 ഗ്രാം നിരക്ക് നോക്കുമ്പോൾ 6,205 രൂപയുമാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം നമുക്ക് കാണാൻ കഴിയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് ഇസ്രയേലും ഹമാസുമായിട്ടുള്ള കരാർ ഒപ്പ് വയ്ക്കുന്നത്, വെടിനിർത്തൽ കരാറിന് ഒപ്പ് വയ്ക്കുന്നതും. അത് തന്നെ 2 ദിവസം മുൻപാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി 47ാമത്തെ പ്രസിഡൻ്റായിട്ട് ട്രംപ് അധികാരമേൽക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഡോളറിൻ്റെ വില കുത്തനെ ഉയരുകയും നമ്മുടെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്യുന്നു. 0.6% ഇടിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രൂപയിൽ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഇടിവാണ് സ്വർണത്തിൻ്റെ വില കുത്തനെ ഉയരാൻ കാരണമായിട്ടുള്ളത്. ഇതിപ്പോൾ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് ഈ സ്വർണ്ണവില ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ പോലും സ്വർണത്തിൻ്റെ ഡിമാൻഡിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എല്ലാ കാലവും സ്വർണത്തിൻ്റെ ഒരു സവിശേഷതയും പ്രത്യേകതയും അതൊക്കെ തന്നെയാണ്. വില എത്ര കുതിച്ചാലും ഡിമാൻഡ് കുറയാത്ത ഒന്നായി സ്വർണം നിൽക്കുക തന്നെയാണ്. പക്ഷേ പലവിധ കാരണങ്ങളാൽ ലോക വിപണിയിൽ സ്വർണത്തിൻ്റെ വില വലിയ തോതിൽ കുതിക്കുകയാണ്. ഒരു നിക്ഷേപം എന്ന നിലയിലും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യം ആ നിലയിലുണ്ട്. എല്ലാ തരത്തിലും നിരവധി കാരണങ്ങൾ ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില മറ്റൊരു സർവകാല റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. പവന് 60,000 കടന്നുള്ള ഒരു നില വന്നിരിക്കുന്നു.